ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് ഏതാണ് എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, കൗൺസിലിംഗ് സെഷൻസിൽ പലരും ചോദിക്കാറുണ്ട്, അതായത് അഫർമേഷൻസ് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഉപയോഗിക്കേണ്ടതെന്ന്. പിന്നെ ഇന്ന് ആരോ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, വീഡിയോ മലയാളത്തിലും അഫർമേഷൻസ് ഇംഗ്ലീഷിലുമാണ് തന്നിരിക്കുന്നതെന്ന്. ഇതല്ലാതെ ഒരു കാരണം കൂടിയുണ്ട്, അതായത് നമ്മൾ ലൈറ്റ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഹീലാവുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൂള് നമുക്ക് മനസ്സിലാവില്ല, കാരണം അതൊരു നമ്മുടെ ഒരു ഭാഷയല്ലത്. ഈ ലൈറ്റ് ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിൽ പല തരത്തിലുള്ള ഡൗട്ട്സ് മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അഫർമേഷൻസിലേക്ക് വരാം. നമ്മൾ കൂടുതലും അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ ആവശ്യമുള്ളവർ തർജ്ജിമ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഫ്രീക്വൻസിയാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ എത്ര ഫ്രീക്വൻസിയിൽ, എത്ര ഫീലിങ്സിൽ ആ ഇൻറ്റൻഷൻ അവിടെ കൊടുക്കുന്നു. നമ്മൾ ഈ അഫർമേഷൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഏത് ഇമോഷൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ഇൻറ്റൻഷൻ എത്രത്തോളം പ്യുവറാണ്, ഇതൊക്കെയാണ് നമ്മളുടെ ഫ്രീക്വൻസിയെ ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ഇൻറ്റൻഷൻസ് എത്ര പ്യുവറാണ്, നമ്മുടെ ഇമോഷൻസ് എത്ര പോസിറ്റീവാണ്, നമ്മളുടെ ഫീലിങ്സ് എത്ര പോസിറ്റീവാണ്. ഇതാണ് നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോഴും ലൈറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴും, അതല്ല ഏതൊരു ഹീലിംഗ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ ഉപകാരപ്പെടുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.